അങ്ങനെ നമ്മുടെ എക്സ്പെഡീഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുവാണ്. അപ്പോൾ ഒന്ന് നാട്ടിൽ പോവുകയാണ്. നാട്ടിൽ പോയിട്ട് അടുത്ത ദിവസം തന്നെ തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അങ്ങനെ റഷ്യയിൽ നിന്ന് നേരെ നാട്ടിലേക്ക് വന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. അങ്ങനെ കൊച്ചി എയർപോർട്ടിൽ ലഗേജ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പോകുന്ന വഴിക്കെല്ലാം മൊത്തം പണികളായിരുന്നു. കൊച്ചി എയർപോർട്ടിലെത്തി. ശരിക്കും പറഞ്ഞാൽ നിക്കറ് വരെ ഊരിയെടുക്കുമെന്ന് പറഞ്ഞ അവസ്ഥയാണ്. അതായത് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയും ഈ മോതിരവും ഇവരെല്ലാം കൂടെ അവർ വെയിറ്റ് നോക്കി. അത് കഴിഞ്ഞ ശേഷം അവരോട് പറയുവാണ് 3 ലക്ഷം രൂപ ഇതടയ്ക്കണമെന്ന്, ഫൈൻ അടയ്ക്കണമെന്ന്, കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണമെന്ന് പറഞ്ഞോണ്ട്. ഞാൻ പറഞ്ഞു 10-15 വർഷമായിട്ട് എൻ്റെ കഴുത്തിൽ കിടക്കുന്നതാണ്. ഞാൻ നമ്മുടെ വീഡിയോസിനകത്തൊക്കെ ഞാൻ കുറച്ച് കാണിച്ചു കൊടുത്തു. അവർക്കൊന്നും പറ്റത്തില്ല. ലാസ്റ്റ് കരഞ്ഞു കാലേ പിടിച്ചു. ഞാൻ ഗതികേട് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഊരിപ്പോന്നു. അതുപോലെ ഫുള്ള് ചെക്കിങ് ആണ്. എന്നെ എല്ലാ പ്രവാസികളും എങ്ങനെയായിട്ട് പിഴിയണം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ആക്ച്വലി നമ്മൾ ഇപ്പോൾ ദുബായിൽ നിന്ന് അടിക്കടി യാത്ര ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് സംശയം തോന്നാം. നമ്മളങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മൾ വല്ലപ്പോഴും വരുന്നതാണ്. ഞാൻ പറഞ്ഞു, നാട്ടിൽ വരാൻ പോലും കാശില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ. പിന്നെ വല്ലപ്പോഴും വരുന്നതാണ്. ഇത് പണ്ടുണ്ടായിരുന്ന സ്വർണം ഇട്ടുകൊണ്ട് വരുന്നത്. പക്ഷെ അന്നേരം ആ പുള്ളി പറയുവാണ്, എടാ അന്നേരം അവരെന്നെ പറയുന്നത് അറിയാവാ, പണ്ട് നിങ്ങൾ ചെറിയ വിലക്കല്ലേ വാങ്ങിച്ചു, ഇപ്പം അതിൻ്റെ വാല്യൂ എത്രയായിരുന്നു. എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാത്രി 11 മണി ആയപ്പോഴേക്ക് 12 മണി ആറായി. വന്നു. 2-3 പുറകിൽ ഇരിക്കുന്നുണ്ട്. കാണാൻ പറ്റുമോ? അമ്മാരെൻ്റെ പെട്ടി മുഖമൊന്നും കാണത്തില്ല. കൂട്ടുകാരെ കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെയാണ് മെയിനായിട്ട്. പരമാവധി ചൂഷണം ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്. അതുകൊണ്ട് ഇവരിവിടെ ഞാനിവിടെ കോട്ടയം എന്താ എടുത്തേക്കുന്നത്, റൂം എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിന്ന് സ്റ്റേ ചെയ്തിട്ടാണ് വീട്ടിലേക്കുള്ളൂ. വരുന്ന വഴി 1 മണി, രാത്രി 1 മണിയായി. പിന്നെ എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന് ഓർത്തിട്ട് 2 പൊറോട്ട. എനിക്ക് 2 പൊറോട്ട വേണം. ഇന്നലെ രാത്രി 1 മണിയായപ്പോൾ നാട്ടിലെത്തി. എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും കുറേ ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി നമുക്കറിയാടാ? ഞാൻ കുറേ 10 ദിവസമായി ശരിക്കും ഉറങ്ങിയിട്ട്. ഇന്നലെ ശരിക്കും ഉറങ്ങി. അത് കഴിഞ്ഞ ശേഷം ഇവരിന്ന് രാവിലെ ഞങ്ങളിന്ന് കടയിൽ പോയില്ല. ദോശ ഇരിക്കുന്നത് ഇത് ഇങ്ങനെ മടക്കിയിട്ട് തപ്പി പറഞ്ഞ ഇങ്ങനെ മടക്കി ഞാൻ കഴിഞ്ഞു. എന്ത് തോന്നിക്കട കടയിൽ പോയി കഴിക്കായിരുന്നു. പിന്നെ രാവിലെ ആരും കുറച്ച് പേര് എണീറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഇത് ഭയങ്കര തോൽവിയായി പോയില്ലോടാ. പക്ഷെ പിന്നെ ഇതൊക്കെ രസമാണ്. അവിടെ പൊങ്കൽ കിട്ടിയോടാ? നീ എന്നെ ഇറച്ചി ഇവര് നേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പോയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കപ്പ ഇറച്ചിയും ഇവര് സാധനം വാങ്ങിച്ചോണ്ട് വന്നു. ഇവൻ നന്നായിട്ട് കുക്ക് ചെയ്യും. ഇവൻ ലിജോ എന്നാണ് പേര്. ഇവൻ ഭയങ്കര കുക്ക് ചെയ്ത് സവോള ഇറച്ചി എല്ലാം വാങ്ങിച്ചവരുണ്ട്. ഇവിടെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇവരൊരു കോട്ടേജ് എന്ന് വെച്ചാൽ ഒരു വീടെടുത്തു. നല്ല വ്യൂ ഒക്കെ ഉണ്ട് ഇവിടെയാണ്. അപ്പം വൈകിട്ടാകുമ്പോഴേക്കും വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഭയങ്കര ക്ഷീണമായിരുന്നു. ഒത്തിരി ദിവസങ്ങളായി ഞാൻ ഫുഡ് കഴിച്ചിട്ട് എന്നിട്ട് സാധനം വന്നു. ഇവനും ലിജയുടെ കൂടിയിട്ടാണ് ഫുഡ് വാങ്ങാൻ വേണ്ടി പോയാ. നല്ല ചമ്മന്തി, വെടിക്കെട്ടി ചമ്മന്തിയാണോടാ. മറ്റേ നെയ്റോസ്റ്റ് ഇങ്ങനെ വാങ്ങിച്ചിട്ട് വന്നത്. പക്ഷെ ചമ്മന്തികളെല്ലാം ഭയങ്കര രസമായിരുന്നു. ചമ്മന്തി വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ചമ്മന്തി ഒഴിച്ച് മറ്റേ മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ എന്നായിരുന്നു, തക്കാളി ചമ്മന്തി ഉണ്ടായിരുന്നു. സാമ്പാറും ഭയങ്കര ടേസ്റ്റ്. നിജമാണെങ്കിൽ ഇറച്ചി കട്ട് ചെയ്തോണ്ടിരിക്കുന്നു. നമ്മൾ വാങ്ങിച്ചത് ഉടുപ്പിയിലെ, അതായത് കോതമംഗലത്ത് ഉടുപ്പി ഹോട്ടല്, അതായത് തമിഴ്നാട് സ്റ്റൈലില്. ഈ തക്കാളി ചട്നി ഭയങ്കര ടേസ്റ്റാണ്. നോർമൽ ചമ്മന്തി ഭയങ്കര ടേസ്റ്റാണ്. സാമ്പാർ നല്ലതാണ്. ഇതെല്ലാം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിച്ച് വിലയോട് ഒരുമിച്ച് വർത്താനം പറഞ്ഞ് കഴിക്കുമ്പോൾ വേറൊരു ഫീലാണല്ലോ. ഞാൻ അത് ബീഫ് ഉണ്ടാക്കാം. അന്നത്തേക്ക് കപ്പ കൊടുത്തു. ഒരാളെ ഇറച്ചി അരിയുന്നു. എല്ലിക്കപ്പയാണല്ലോ ബീഫാണോ? കപ്പ ബിരിയാണി ഉണ്ടാക്കിയേക്കാം. കപ്പ ബിരിയാണി. അപ്പൊ എല്ലില്ലാണ്ട്, എല്ല് വാങ്ങിച്ചില്ല. പക്ഷെ നല്ല ബീഫാന്ന് തോന്നുന്നു കണ്ടിട്ടല്ലേ. ആണല്ലേ. ഇപ്പൊ എത്ര ഒരു കിലോ ബീഫിന്റെ വില? 500 രൂപ. സത്യം പറഞ്ഞാൽ എങ്ങനെ ജീവിക്കുന്നുള്ളൂ? സത്യം പറഞ്ഞാൽ 500 രൂപ ബീഫിന് വില. എല്ലാം സാധനങ്ങളുണ്ട്. നമ്മള് ഒരു 2000 രൂപ കൊണ്ട് നമ്മളെ ദിവസം രാവിലെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് പോകുമ്പോൾ 50 രൂപ ആവശ്യം കഴിക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് നാട്ടിൽ വന്ന് ജീവിക്കുന്ന ആഗ്രഹമുണ്ട്. ഇതൊക്കെ പേടിയായിട്ട് വയ്യ.
കാര്യം ഞങ്ങൾക്ക് 1 കിലോ ബീഫ്, അതായത് നോർമൽ പശു ഇറച്ചിക്ക് ഒരു 1000 രൂപ കൊടുത്താൽ മതി. പക്ഷെ ബീഫിന് 20,000-2000 രൂപയൊക്കെ വേണം. പക്ഷെ നമുക്കവിടെ സാലറി ഒക്കെ അതനുസരിച്ച് കൂടുതലുണ്ടല്ലോ. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ സാഹചര്യത്തിൽ ഇവിടെ 500 രൂപ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു സാധാരണ മനുഷ്യർ ഒരു പണിക്കാർക്ക് 700 രൂപ, അവരൊരു ബീഫ് വാങ്ങിക്കണമെങ്കിൽ അവർക്ക് 500 രൂപ. എന്നല്ലേ. പക്ഷെ നമ്മൾ ആദ്യം ഓർത്തു ഇത് എല്ലാം വാങ്ങിക്കണം വിചാരിച്ചു. ഇപ്പം എല്ലാ നാട്ടിൽ വാങ്ങാൻ കിട്ടില്ല, കപ്പ് ബിരിയാണിയിലെ വാങ്ങാൻ കിട്ടില്ല. പക്ഷെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു വൈബ് വേറെയാണ്. ഞാൻ ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്തു, നിങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കുന്നു. തട്ടേക്കാടിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. കഴിഞ്ഞ ജൂണിൽ ഇവിടെ നിറച്ച് വെള്ളമായിരുന്നു. ഇപ്പം മഴയില്ല. എത്ര ശതമാനം കുറവാണ് ബസ്സിലെ മഴ? 4% കുറവാന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മഴ. കാലാവസ്ഥ മൊത്തം മാറി കേട്ടോ. പക്ഷെ ഇപ്പൊ പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇപ്പൊ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് വന്നുകൊണ്ടായിരിക്കും ഭയങ്കര പൊള്ളൽ പോലെയാണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എങ്ങനെയാണ്? ഭയങ്കര വെയിലാണ്. നമ്മുടെ ക്ലൈമറ്റ് മൊത്തത്തിൽ മാറി. നിനക്ക് ചൂട് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. പക്ഷെ പുറത്ത് ഭയങ്കര ചൂടല്ലേ? നീ കണ്ടു പുറത്തിറങ്ങി കണ്ടില്ലേ? അല്ല, അത് എനിക്ക് പറ്റുന്നില്ല. 2 ദിവസം എടുക്കും എനിക്ക്. പക്ഷെ അതിനുള്ള സമയം എനിക്കില്ല. പക്ഷെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ റഷ്യയിൽ പോകുന്നപ്പോൾ മുതൽ ഓരോരോ പണിയാണ്. ചിലപ്പം എൻ്റെ മണ്ണത്തരം കൊണ്ട് പറ്റിയ കുറേ പണികളുണ്ട്. അത് കഴിഞ്ഞ ശേഷം കൊച്ചി എയർപോർട്ടിൽ എത്തി, എല്ലാം കഴിഞ്ഞ് എത്തിയിട്ടെന്നുള്ള സന്തോഷത്തിലേക്ക് ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഇറങ്ങി വന്നു കഴിഞ്ഞ് നമ്മൾ ലഗേജ് എടുത്ത് പോന്നു കഴിഞ്ഞപ്പോഴേക്കും കസ്റ്റംസ് വന്നിട്ട് പറഞ്ഞു ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പ്രത്യേകിച്ച് വേറെ സാധനം വാങ്ങാനാണോ വന്നത്. ആകെ മൊത്തം ഉണ്ടായിരുന്നത് ഈ മാല, പിന്നെ മോതിരം, ഇതൊക്കെ ഉള്ളൂ. ഇതെല്ലാം ഊരിപ്പിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞു 3 ലക്ഷം രൂപ വേണം. 10-15 വർഷം മുമ്പ് വാങ്ങിച്ച മാലയും ഈ മോതിരം ഇതൊക്കെയാണ്. ഞാൻ നമ്മുടെ വീഡിയോസിനകത്തൊക്കെ ഇതൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് കാണിച്ചു കൊടുത്തു. പറ്റത്തില്ല എന്ന് പറഞ്ഞു. 3 ലക്ഷം അടയ്ക്കേണ്ടി പോകാൻ പറ്റത്തില്ല. എന്തൊരു അവസ്ഥയെന്ന് ആലോചിക്കും പ്രവാസികളുടെ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പക്ഷേ ദുബായ് വഴി വന്നതുകൊണ്ടായിരിക്കാം. അവിടെ ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. പണ്ട് ഞാനിങ്ങനെ ആലോചിച്ചു, മേഴ്സിനോട് പറഞ്ഞു കുറച്ച് സ്വർണ്ണമെങ്കിലും വാങ്ങിച്ചിട്ട് പെട്ടെന്നെ. എന്നിട്ട് 3 ലക്ഷം രൂപ അടയ്ക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനടയ്ക്കണ്ടേ, കാരണം ഇതെൻ്റെ പഴയ സാധനമാണ്. എന്നിട്ട് അവർ പറഞ്ഞു പണ്ട് നിങ്ങൾ വാങ്ങിച്ചപ്പോൾ ഇത്രയും രൂപയുടെ വില ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇത് എന്റെ വെഡിങ് റിങ് മാല. എന്നിട്ട് ലാസ്റ്റ് എന്താ പറഞ്ഞേ, ഞാൻ അവിടെ ഫൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാലെ പിടിച്ചു. അമലിയായിട്ട് വരാതിന് കാരണം ഇന്നതാണ് നമ്മുടെ ദയനീയാവസ്ഥ. മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തതിന് ശേഷം ആണ് അവരെന്തോ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയാം. പക്ഷെ ഇതൊക്കെ ചെറ്റത്തരം നടന്നില്ല, പറയാൻ പറ്റില്ല. പക്ഷെ എന്താ പറയാ, അവിടെ ഒരുപാട് പേര് ഇതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ടാ. കാരണം ദുബായിൽ നിന്ന് വരുന്ന ആൾക്കാർ അതായിരിക്കും. അവരെ കസ്റ്റമേഴ്സിനെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നീ ജനുവൽ പാർട്ടി ആയിരിക്കാം. പക്ഷെ ഒത്തിരി ആൾക്കാർ അല്ലാണ്ട് ഈ സ്വർണം കടത്താനും മറ്റുമായിട്ട് വരുന്നു. നിന്റെ പ്രോപ്പർട്ടി ആയി യൂസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞേക്ക് എന്നാൽ ഈ പ്രവാസികളെ ചൂഷണം ചെയ്യണം. അതായത് എന്റെ ബാഗിനകത്ത് മെയിൻ ബാഗേജിനകത്ത് 18 കിലോ ഉണ്ടായിരുന്നല്ലോ. എന്റെ ഹാൻഡ് ബാഗിനകത്ത് 7 കിലോ ഉണ്ട്. എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഡ്യൂട്ടി പേ ഷോപ്പ് ചെയ്യുന്ന അവിടെ സാധനം വാങ്ങിച്ചു. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും 9.5 കിലോ ആയി. അതിന് എന്റെ കയ്യിൽ നിന്ന് അമ്മമാര് വാങ്ങിച്ചത് അറിയാം. എയർപോർട്ടിൽ അവിടുന്ന് വാങ്ങിച്ചത് 285 ദിറംസ് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ അംഗം. കുരുത്തം കൊണ്ട് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നുണ്ട്. തൊട്ടടുത്ത് വേറൊരാളുണ്ടായിരുന്നു, അയാളുടെ പൈസ അയാൾ അവിടെ കൊടുത്തു. ചെറുപ്പക്കാരനാണ് അവൻ കടന്ന് കാണിക്കുന്ന ഒരു മാനസികാവസ്ഥ. അവൻ ഈ ഗൾഫിൽ കിടന്ന് ഈ മണലായി 50 ഡിഗ്രി ചൂടിലൊക്കെ കഷ്ടപ്പെടുന്ന പയ്യന്റെ അവസ്ഥ. അവൻ നിവൃത്തിയില്ല. അവൻ വാങ്ങിച്ച സാധനം അവിടെ കൂടെ കളഞ്ഞു. കരഞ്ഞ് നിലവിളിച്ചെന്ന് പറഞ്ഞാൽ എന്തോ ഒരു സന്തോഷമായിട്ട് വീട്ടിലേക്ക് വരുന്ന മനുഷ്യനായിരിക്കും അല്ലേ. അതിന് പറയൂടാ, ഇതിന് കാരണം തന്നെ കുറെ ആൾക്കാർ ഇതിന്റെ ജനുവനായിട്ട് കുറെ ആൾക്കാരുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ ചെയ്യുന്ന തട്ടിപ്പായിട്ടും വെട്ടിപ്പായിട്ടും. പക്ഷെ ഈ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് എല്ലാവരും ഒരുപോലെയാണ്. അവൻ ജനുവൽ പാർട്ടി ഏതാന്ന് ഇവർക്ക്. ഞാൻ അവിടുന്ന് എനിക്ക് നാട്ടിൽ പേരൻസിനെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ്. പക്ഷെ അവിടുന്ന് പോന്നപ്പോ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതെല്ലാം അങ്ങ് വറ്റി വരണ്ട മാനസാവസ്ഥ മാറിപ്പോയില്ല. അതൊരു കാര്യമാണ്. നമ്മുടെ നാട് തിരിച്ചെടുക്കണം. ഫാമിലി പിള്ളേരൊക്കെയായിട്ട് വന്നാൽ ചിലപ്പോൾ വ്യത്യാസം ആയിരിക്കാം എന്തോ. പക്ഷെ നമുക്കെന്താ പറഞ്ഞത്, അത് അങ്ങനെയാണ്. അതായത് പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യയിൽ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വരുമ്പോഴാണ് ഈ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. പക്ഷെ നമ്മള് ഇൻ കേസ് നമ്മുടെ കയ്യിലുള്ള ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് ചിലപ്പോൾ ഈ വിദേശത്ത് നിന്ന് വരുന്ന കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഉള്ള സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വരുമല്ലോ. കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇടാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം കൊണ്ടിരുമ്പോൾ പ്രശ്നം. എന്താ പറഞ്ഞേ, പല പണിക്കാരന്മാരുള്ളത് കൊണ്ട് നമുക്ക് എന്തൊരു ആശ്വാസമല്ലടാ. ഇങ്ങനെ മുതിരിയാണ് ഉള്ളത് കൊണ്ട് ഓണം പോരാ. കത്തിയില്ല, ബ്ലേഡ് വെച്ചാണ് നമ്മൾ
നീ എന്തൊരു അറക്കലാടാ അറക്കണേ. പെങ്ങളെ എന്നടാ പെങ്ങളെ കെട്ടിച്ചെന്നല്ലേടാ. അതെ അതിന് നന്ദി കാണിക്കാണല്ലോ. അന്നൊരു കണിക്കാപ്പ് പിടിക്കാൻ പോയപ്പോ പെങ്ങളെ അടിച്ചോണ്ട് പോയി. പെങ്ങളെ അടിച്ചിട്ട് പോയി. പെങ്ങളെ അടിച്ചോണ്ട് പോയി. ഇന്ന് ഇറച്ചി വെട്ടിപ്പോ എന്നായിരിക്കും? ഇന്നിപ്പോ അടിച്ചോണ്ട് പോകാനാ. ഇന്നൊന്നും അടിച്ചിട്ടല്ല, കൊണ്ടുപോയി. മൊത്തം കൊണ്ടുപോയി. നമ്മൾ ചെറിയുള്ളി മാത്രം ഇട്ട് സവോള ഇല്ലാണ്ട്. അതായത് ഇവിടെ തേങ്ങയില്ലായിരുന്നു. അയലോക്കംകാരനോട് തേങ്ങ വയ്ക്കാൻ പോയിക്കോണം. തേങ്ങ പൊതിച്ചെടുത്തോടാ. ഉള്ളിലടാ, തേങ്ങ ഉള്ളിലടാ. അതേങ്ങണോ? നല്ല തേങ്ങയുള്ളത്. കാണിച്ചു പോയടാ, എല്ലാം കാണിച്ചു പോയടാ. അവർക്ക് ഒരേ മൊത്തം നിമിഷ നേരം കൊണ്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. എരി കുറച്ചാണ് ഉണ്ടാക്കിയത്. വളരെ കുറച്ച് മുളക് പൊടി ഇല്ല. കൊള്ളാമല്ലോ. അങ്ങനെ സെറ്റ്, അടിപൊളി. ഇവനുള്ളതുകൊണ്ട് നമ്മൾ അടുക്കളയിലേക്ക് പോയേ ഇല്ല. എസി ഓഫ് ആക്കല്ലേ, എസി ഓഫ് ആക്കല്ലേ. അങ്ങനെ ഈ കപ്പയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിടാം അല്ലേ? കാരണം സമയം 4 മണിയായി. അപ്പോൾ വീട്ടിൽ 5:30 ആകുമ്പോൾ വീട്ടിൽ ചെല്ലും. ക്ഷീണമെല്ലാം മാറി നല്ല ചൂട് കപ്പ, ആവി പറക്കുന്ന കപ്പ. ഒത്തിരി മസാല ചേർത്തിട്ടില്ല, ലൈറ്റായിട്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്തുണ്ടല്ലോടാ എന്നാ മഴയായിരുന്നത്. ഇപ്പം ഇന്നാണ് വന്നിട്ട് ഇപ്പോൾ ചെറുതായിട്ട് മഴ. കട്ടൻ ചായ, ചെറിയ മഴ, നല്ല വീവ്. പക്ഷെ പരിപ്പോടെ വേണമല്ല. പോണാക്കി വാങ്ങിക്കണേ. അങ്ങനെ സമയം 4:30 ഞങ്ങൾ പോവാണ്. അപ്പോൾ മഴയൊന്നുമില്ല. അതൊന്നും നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല, ഞാൻ വരുന്നുള്ളതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാം പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. ഇത് പൂത്താൻകെട്ടിന് പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയൊരു കോട്ടേജ് ആയിരുന്നു. പക്ഷെ നല്ലതായിരുന്നു. കാരണം നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ഇവരൊക്കെ ആയിട്ടൊന്ന് കൂട്ടുകാരൊക്കെ ആയിട്ട് കാണും. പിന്നെ ഇന്നലെ രാത്രി 1:30 വന്നു. കുറേ ദിവസത്തെ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു, അത് ഉറങ്ങി അങ്ങ് തീർത്തു. ഇനി നേരെ ഹൈ റേഞ്ചിലേക്കാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ സമയത്ത് വന്നപ്പോൾ ഭയങ്കര മഴയല്ലായിരുന്നോ? പക്ഷെ ഒരു പച്ചപ്പൊക്കെ ആയിട്ടുണ്ടോ? ശരിക്കും നല്ല പച്ചപ്പൊക്കെ ആയിട്ടുണ്ട്. ആ വെള്ളക്കെട്ടുള്ളത് കൊണ്ട്. ഹൈ റേഞ്ചിലേക്ക് എങ്ങനെ ഉണ്ടാ? മഴയില്ല, 84% മഴ കുറവാന്ന് പറയണേ. ജൂൺ മാസം കിട്ടുന്ന മഴ ഇപ്പം ജൂലൈ ഓഗസ്റ്റിലാണ് വെച്ചേക്കുന്നത് അറിയത്തില്ല. ഒറ്റടിക്ക് കൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പോലെ പ്രളയം പോലെ ആക്കൂലാണ്, 2002 പോലെ ആക്കൂന്നറിയില്ല. പുതിയ പാലം വരുന്നതല്ലാണ് നേരത്തെ. അങ്ങനെ നമ്മൾ ഹൈ റേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന നേരുമംഗലം പാലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പാലം സെയിം അതുപോലെ തന്നെയാണല്ലോ. പഴയ മോഡലിന്റെ സെയിം തന്നെ അല്ലേ? സിമെന്റ് തന്നെ ചെയ്തു, ഇത് ഉരുക്ക് ചെയ്തു മാത്രമേ. ഹൈറ്റ് കൂടുതലുണ്ടോ? ഹൈറ്റ് അത്ര ഹൈറ്റ് കൂടെയാണ് നമ്മൾ പോണേ. അത് ഹൈറ്റിലൂടെ പോണേ, അവിടുന്ന് കുറച്ചുകൂടെ ഇതാണ്. ഓക്കെ, കൊള്ളാലോ. ഡീൻ കുര്യാക്കോസിന്റെ ഇടപെടലുകൊണ്ട് ചെയ്ത ആണല്ലേ? എം പിയുടെ പ്രവർത്തന ഫണ്ട് ചെയ്ത കേസാണ്. പുള്ളിയാണ് അതിന് മുൻകൈ എടുത്തത് കേട്ടോ. നല്ല എം പി ആട്ടോ. നമുക്ക് കോൺഗ്രസിന്റെ ആണെങ്കിൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇത് പറയുന്നത് കൊണ്ട് നമ്മൾ അഭിമാനം കൊള്ളണം. ഏതൊരടിക്ക് കാരണം ഏറ്റവും വലിയ സന്തോഷം ഈ പാലം കിടക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല മോനെ. നമ്മൾ ഇതും കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടേതായ ഒരു സാമ്പ്രായത്തിലേക്ക് എത്തി എന്നാണ് നമ്മുടെ എല്ലാ കണക്കും. ശരിക്കും അതാണ് നമ്മൾ ശരിക്കും ഇടിക്കാരനാണ് ഈ പാലം കടന്നു കഴിയുമ്പോൾ. പക്ഷേ ഏത് മിനിസ്റ്റർ പോയത് കണ്ടില്ല, നമ്പർ കണ്ടില്ല. മിനിസ്റ്റർ തൊട്ട് പുറകെ പോകുന്നുണ്ട്. അധികം വണ്ടി ഒന്നുമില്ല, 3-4 വണ്ടി അല്ലേ? തിരക്കുണ്ട്, അതിന്റെ തിരക്കായി കാണുന്നത്. അതിന് തിരക്കാണ് ഈ കാണുന്നത്. അങ്ങനെ ഒരു ആശ്വാസം. പുള്ളിക്ക് ഇവിടെ ഡ്യൂട്ടി വരും, ഇവിടെ ഒരു ഡ്യൂട്ടി വരും പോലീസുകാരന്. ഇത് കടത്തി വിട്ട് കഴിഞ്ഞാൽ പുള്ളിയുടെ കാര്യം കഴിഞ്ഞു. ഡ്യൂട്ടി കഴിഞ്ഞു. അടുത്ത പോലീസുകാർ അതിന് ഹാൻഡ് ഓവർ ചെയ്യും. അവിടെ നിന്ന് എടുക്കും. ഓരോ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് മാറും. ഓക്കെ. ഹൈ റേഞ്ചിലേക്ക് കയറിയപ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു ഫീല്, ഒരു തണുപ്പ്, ഒരു കുളിര്,
വെള്ളച്ചാട്ടം. നമുക്കെന്തോ കിട്ടിയ ഒരു ഫീൽ ഇല്ലേ? അതെ അതെ, ഒരു രക്ഷയില്ല. അത് രക്ഷയില്ല, അത് നമ്മുടെ സ്വന്തം. മഴ കുറവാണെങ്കിൽ പോലും ഇവിടുന്ന് കുഴപ്പമില്ലോ. പക്ഷേ അവിടെ കുറച്ച് കാലത്ത് മെയ് മാസത്തിൽ മഴ കിട്ടില്ല അവിടെ ശരിക്കും. ഓക്കെ, അതുകൊണ്ട് പച്ചപ്പുണ്ട്. ആക്ച്വലി ഇതൊക്കെ കഴിക്കണമെന്ന് പണ്ട് കൊതിയുണ്ടായിരുന്നേ. ഇപ്പോൾ ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആ കൊതി അങ്ങ് പോയി. വിശപ്പും ഇല്ല, ഒന്നുമില്ല. വിശപ്പ് കിട്ടുപോയി. അങ്ങനെ നമ്മൾ ചീയപ്പാറ എത്തിയിരിക്കുകയാണ്. ചീയപ്പാറ ഇവിടെ എപ്പോഴും നല്ല തിരക്കല്ലേ? ഉള്ളതല്ലേ? ആ, വെള്ളമെല്ലാം നല്ല നിറച്ച് നല്ല അടിപൊളി. ശരിക്കും വെള്ളമായാലോടാ. ഇപ്പൊ ഈ എവിടുന്ന് വരുന്ന ആൾക്കാരാണ്? വെക്കേഷൻ കഴിഞ്ഞില്ലേ? തമിഴ്നാട് കർണാടക ആന്ധ്ര ഞാൻ വീട്ടിൽ നല്ല ഇരുട്ടാവും അല്ലേ? 6-7 അടിമാലിച്ചില്ല, 9-8-9. ഈ ഒരു വെള്ളച്ചാട്ടം അവിടെ കിടന്ന് നമ്മൾ അടിമാലി വഴി രാജാക്കാട്. വെള്ളമല്ലോ അവിടെ. നല്ല അടിപൊളി വെതറാട്ടെ. ഇപ്പം ഞാനോർത്ത് കോതമംഗലത്ത് വെച്ച് അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഓർത്തേ ഭയങ്കര ചൂടൊക്കെ ആയപ്പോൾ ഞാൻ ഓർത്തു ഒരു സുഖമില്ലെന്നുള്ളത്. കൊള്ളാം, ഇതൊക്കെ നമ്മളെപ്പോഴും കണ്ടേക്കുന്നതുകൊണ്ട് എങ്കിലും ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഫീലാണ് നമ്മുടെ നാട്ടിൽ. പക്ഷെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ പിള്ളേരെല്ലാം എൻജോയ് ചെയ്ത് അങ്ങനെ വീടെത്തുകയാണ്. വീട്ടിൽ വരുന്ന കാര്യമൊന്നും അറിയത്തൊന്നുമില്ല. ലൈറ്റൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ലൈറ്റുണ്ട്. ഓക്കെ, അങ്ങനെ വീട്ടിലെത്തി. വീട്ടിലേക്ക് വണ്ടി കയറുമെന്ന് അറിയില്ല, എന്തോ പണികളൊക്കെ നടക്കുമായിരുന്നു. വീട്ടിൽ കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ചെളിയാണ്. മഴയൊന്നുമില്ല, മഴകൾ അല്ലേ? കുറച്ചതല്ലേ? പപ്പയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പം? സംസാരിക്കുന്നത് അത്ര ക്ലിയർ ആവത്തില്ല, പക്ഷെ എന്നാൽ നേരത്തെക്കാളും ബെറ്ററാണ്. കിടപ്പ് അത്യാവശ്യം നടപ്പ് കാര്യങ്ങളൊക്കെ. പള്ളിയിൽ പോകുന്നുണ്ടോ അപ്പാ? 2 ദിവസം പോയില്ല. അത്യാവശ്യം ക്ലിയർ ആണ്, നേരത്തെക്കാളൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. ഇതെല്ലാം നോക്കി നടത്താന്ന് പറയുന്നത്, പണിയൊക്കെ ചെയ്യാന്നുള്ളത് പറ്റത്തില്ല. പഴയ പോലെ അങ്ങനെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഇപ്പം എല്ലാം പുല്ലൊക്കെ വെട്ടാറായി ഇങ്ങനെ കിടക്കുന്നു. മാങ്കോസ്റ്റിൻ, ഇത് മാങ്കോസ്റ്റിൻ അപ്പേ. ഇത് തന്നെ കുറേ കായൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഹൈ റേഞ്ചിൽ റംബൂട്ടാൻ അത്ര പറ്റത്തില്ല. അതേ സ്ഥാനത്ത് കോതമംഗലം മൂവാറ്റുപുഴ സൈഡിലേക്ക് ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ ഒക്കെ ഇരിക്കുന്നു. ഇവിടെ കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ ഈ സൈഡ് വീട് പണിത സമയത്ത് കെട്ടേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അത് ടോപ്പ് മാത്രമേ കെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ സൈഡ് ഫുള്ള് കോൺക്രീറ്റ് ചെയ്തു താഴേന്ന് മുതൽ. അപ്പം നല്ല എമൗണ്ട് ആവുകയും ചെയ്തു. ഇനി കുറച്ചും കൂടെ ഉണ്ട്, ഫിനിഷിങ് ആയിട്ടില്ല. അത് കഴിഞ്ഞ ശേഷം പുറകിലുണ്ടായിരുന്ന ഏലം എല്ലാം പറിച്ച് കളഞ്ഞു. പേര അങ്ങനെയെല്ലാം കളയേണ്ടി വന്നു. ഇനിയിപ്പോൾ ഒന്ന് വീണ്ടും റീസെറ്റ് ചെയ്യണം. ഈ പണി നടന്നതുകൊണ്ട് അങ്ങോട്ട് വണ്ടിയെല്ലാം പോയതുകൊണ്ട് ഫുള്ള് ചെളിയാണ്. ഇത് മഴ പെയ്യാത്തത് കൊണ്ട് ഇത് പോകുന്നുമില്ല. വെള്ളം ഒഴിച്ച് കളഞ്ഞാൽ അത്രയും പോകത്തില്ല. ഇപ്പോൾ ഇവിടെ ഒന്ന് മണ്ണ് കൊണ്ടുപോയിട്ടിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ട് മണ്ണെല്ലാം ഇട്ട് ഒന്ന് സെറ്റാക്കി എടുത്തത്. പല ആലോചനയിലാണ്. ഇതിപ്പോൾ പേരൻസിന് നോക്കി നടത്താൻ പറ്റാത്തതുകൊണ്ടേതായ പ്രശ്നങ്ങളുണ്ട്. ഇടയ്ക്ക് ആലോചിക്കും, ഇവിടെ ഇപ്പോൾ എല്ലാം വെഡ്ഡിങ് എല്ലാം ചെറിയ രീതിയിൽ നടത്തുന്നത് ആൾക്കാരൊക്കെ. അപ്പം അതിന് പറ്റുന്ന പോലെ സംവിധാനം ഒരുക്കുകയോ അല്ലെങ്കിൽ ഒരു ഹട്ട് ഉണ്ടാക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താലെന്ന് ആലോചിച്ചു. പക്ഷേ വിശ്വസ്തമായിട്ട് നോക്കി നടത്താൻ വേണ്ടിയിട്ടുള്ള ആൾ വേണം. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇത് താഴെ ഇച്ചിരി കെട്ടാനുണ്ട്. കെട്ടിയിട്ട് സ്ലോപ്പാക്കി ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ട് ഇടയ്ക്ക് ആലോചിക്കും കൊടുത്താലോ എന്ന് ആലോചിക്കും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. വീട് ഫുള്ളായിട്ട് കൊടുത്താലോ എന്ന് ആലോചിക്കും. കാരണം ശരിക്കും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി നശിച്ചു പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെറിയൊരു ആലോചനയിലുണ്ട്. പക്ഷെ ഒന്നും തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ഈ വീട് ഇരിക്കുന്നത് തന്നെ 62 സെൻറ്റിലാണ് ഈ വീടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ കൺഫ്യൂഷനാണ്, കൊടുക്കാൻ തോന്നുന്നില്ല. പക്ഷേ നശിച്ചു പോകാമെന്ന് പറയുന്നത് പേരൻസിന് പ്രായമായി വരുന്നത് വയ്യാണ്ടൊക്കെ വന്നപ്പോഴേക്കുമാണ് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ വീട്ടിൽ വന്നു. നാളെ തിരിച്ച് പോകണം. ഇനി പെങ്ങന്മാരുടെ അടുത്തൊക്കെ ഒന്ന് പോകണം. ഈ പ്രാവശ്യം മഴ ഭയങ്കര കുറവാണ്. പക്ഷെ ഇന്ന് രാവിലെ നല്ല മഴയായിട്ട് ചെറുതായിട്ട്, വലിയ കാര്യമായിട്ടില്ല, ചെറുതായിട്ടൊക്കെ മഴ തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി മാങ്ങാപ്പഴം തീർന്നിട്ടില്ല. പക്ഷേ ഇന്നലെ വന്നപ്പോൾ 2 മാങ്ങാപ്പഴം കഴിച്ചു. ഇതും കഴിക്കുന്നു. മഴ അങ്ങനെ 2 ദിവസമാണ് വീട്ടിലുണ്ടായിരുന്നത്. 2 ദിവസവും ഒരു ദിവസം ഒരു സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി, വേറെ ദിവസം വേറെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി. ജസ്റ്റ് വീഡിയോ എടുത്തൊന്നുമില്ല. അങ്ങനെ ബാഗെല്ലാം പാക്ക് ചെയ്ത് തിരിച്ചു പോവുകയാണ്. 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ, മഴയൊന്നുമില്ല. അങ്ങനെ പോവുകയാണ്. 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇത്തവണ വീട്ടിൽ വന്നിട്ട് വീഡിയോസൊന്നും എടുത്തില്ല. കാരണം 2-3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. നമുക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു മൂഡല്ലായിരുന്നു. പെട്ടെന്നൊരാവശ്യമായിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. 2 ദിവസം 2 അനിയത്തിമാരുടെ അടുത്തും പോയി. പിന്നെ പപ്പയുടെ ഒരു ചേട്ടനുണ്ട്, വയ്യാണ്ടിരിക്കുവാണ്, അവിടെയും പോയി. അത്രയും കാര്യങ്ങളെ ചെയ്തുള്ളൂ. പിന്നെ വീട്ടിലേ ഇരുന്നു. അങ്ങനെ തിരിച്ച് ഫിലിമിലേക്ക് പോവുകയാണ്. പിന്നെ എല്ലാവരും ഇല്ലാത്തതിൻ്റെ സന്തോഷക്കുറവ് എനിക്കും ഉണ്ടായിരുന്നു, അവർക്കും ഉണ്ടായിരുന്നു. പിന്നെ പപ്പയുടെ ഹെൽത്തൊക്കെ ഓക്കെ ആയി വരുന്നു, കുഴപ്പമൊന്നുമില്ല. സംസാരിക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ ചിക്കുവിൻ്റെ വീട്ടിൽ കയറണം. ചിക്കുവിൻ്റെ മമ്മീനെ പപ്പേനെ ഒന്ന് കാണണം. പപ്പയ്ക്കും ചെറിയ അസുഖമില്ലാണ്ടിരിക്കുകയാണ്, കൈയൊക്കെ ഒന്ന് മുറിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരെയും കണ്ടതിന് ശേഷം നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ ഫ്രണ്ട്സ് കൊണ്ടേ വിടും. ടിക്കറ്റ് ഞാൻ ആക്ച്വലി ടിക്കറ്റും എടുത്തിട്ടില്ല. എനിക്ക് ഇന്ന് ടിക്കറ്റ് എടുക്കണം. പക്ഷേ ഞാൻ എന്തായാലും എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാമെന്നുകൊണ്ടിരിക്കുന്നത്. ഹൈ റേഞ്ചിൽ നിന്ന് പോകാനൊരു ബുദ്ധിമുട്ടാണ്, ഒരു വിഷമമാണ്. പക്ഷേ നമ്മുടെ എല്ലാം കിടക്കുന്നത് അവിടെയാണല്ലോ. വീട്ടിൽ നിന്ന് വെള്ളത്തൂലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും തൊട്ട് മഴ തുടങ്ങി. പക്ഷേ ഈ പ്രാവശ്യം മഴ ഭയങ്കര കുറവാണ്. ശരിക്കും വെള്ളത്തിനൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഏലത്തിന് ഇനിയിപ്പോൾ കാ കുറയും. ഇപ്പം ഏലത്തിന് നല്ല വിലയാണല്ലോ. ഹൈ റേഞ്ച് എടുത്തോടെ നമ്മൾ പോയി കഴിയുമ്പോൾ, ഹൈ റേഞ്ചിൽ ഓരോ റൂട്ടിൽ കൂടെ നമ്മൾ പോയി കഴിയുമ്പോൾ ഒരു വീട്ടിൽ 3-4 വണ്ടികൾ, വീടുകളെല്ലാം 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുകളൊക്കെ ചിലർ കളഞ്ഞിട്ട് 7000-ലേക്ക് പണിയുന്നു. സാമ്പത്തികമായിട്ട് ഭയങ്കര നേട്ടമാണ്. ഇപ്പം ഹൈ റേഞ്ചിൽ ഉള്ള ഒരു നല്ല ശതമാനം ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഏലത്തോട്ടമൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് പണിയാൻ ആളെ കിട്ടാത്തൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഹൈ റേഞ്ചിൻ്റെ എല്ലാ സ്ഥലമല്ല, ഈ രാജാക്കാട്, രാജകുമാരി, അതുപോലെ തന്നെ കട്ടപ്പന, കുമളി, തേക്കടി, ഈ പ്രദേശങ്ങളിലൊക്കെ, ഈ മൂന്നാറുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഒക്കെ നല്ല ഏലം കൃഷിയുള്ളവർക്കൊക്കെ നല്ല നേട്ടമാണ് ഇപ്പം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ സമയത്തൂടെ ഉള്ളപ്പം കലാറുട്ടി ഡാമൊക്കെ നിറഞ്ഞ് എപ്പോഴും വെള്ളമൊക്കെ തുറന്നു വിടുമായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ്. വളരെ വാട്ടർഫാൾസിലെ തിരക്ക് നോക്കിയല്ലേ, ഭയങ്കര തിരക്ക്. എൻ്റെ പൊന്നെ, ഇതിപ്പോൾ നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നുള്ളവരൊക്കെ അല്ലേ, ഗൾഫിൽ നിന്നുള്ളവരൊക്കെ വന്നേക്കുന്നുള്ളതുകൊണ്ട് വിളി. അങ്ങനെ എന്നെ കൊണ്ടുവിടാൻ ബേസിലും പോന്നുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളെല്ലാം വാങ്ങിച്ച്, അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ചിക്കു വാങ്ങണമെന്ന് പറഞ്ഞു. അതെല്ലാം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ചിക്കുവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഭയങ്കര മഴ. ഹൈ റേഞ്ചിൽ ഇന്നോട്ട് മഴയായിരിക്കും ഒരിക്കലുള്ള. ഞാൻ പോന്നു, ഇനി മഴയായിരിക്കും അല്ലേ. ഞാൻ പോന്നപ്പോൾ ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒന്ന് പാക്ക് ചെയ്യണം, ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം. ഒടുക്കത്തെ മഴ, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ചിക്കു എന്തൊക്കെയോ പറഞ്ഞു, കുറച്ചൊക്കെ വാങ്ങിച്ചു. ചിക്കുവിൻ്റെ വീട്ടിൽ വന്നു. ഇപ്പോഴേക്കും ഭയങ്കര മഴയാണ്. ഇനി എങ്ങനെ പാക്ക് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യണം, പിന്നെ നേരെ പോകണം.
അതായത് ഹൈ റേഞ്ച് മഴയില്ല. ഇന്ന് രാവിലെ മഴ മൂടി നിൽക്കുന്ന പോലെ സെറ്റപ്പ് ആയിരുന്നു. ഞങ്ങൾ ചിക്കന് വീട്ടിൽ വന്നു. അപ്പോൾ ഇവിടെ വെച്ച് ചക്കപ്പുഴുക്കുണ്ട്. വീട്ടിൽ എല്ലാ ദിവസവും ചക്കപ്പുഴുക്കായിരുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചക്കപ്പുഴുക്ക് കഴിച്ചിട്ട് പോകാം. ചിക്കോ സഹിക്കത്തില്ല. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ചക്കപ്പുഴുക്കൂടെ കഴിച്ച് പോയി കഴിഞ്ഞാൽ സെറ്റാണ്. അങ്ങനെ കൊച്ചിയിൽ നിന്ന് നേരെ ഒമാൻ വഴിയാണ് പോകുന്നത്. അങ്ങനെ കൊച്ചിയിൽ നിന്ന് 3.5 മണിക്കൂറിന് ശേഷം ഒമാനിലെത്തി. ഇവിടെ ഇന്ന് 1:30-ക്കാണ് ആക്ച്വലി ഫ്ലൈറ്റ്. ഓൾമോസ്റ്റ് 3 മണിക്കൂറോളമുണ്ട്. ഇവിടെ ലോഞ്ച് എടുത്തു. എന്താണ് സ്പെഷ്യൽ എന്ന് നമുക്കറിയില്ല, നോക്കാം. റൈസ് ഉണ്ട്, ചിക്കൻ, പിന്നെ മട്ടനുണ്ട്, പിന്നെ ഫിഷ് ഫ്രൈ ചെയ്തതുണ്ട്. നാളെ മുതൽ ഈ സാധനങ്ങളൊന്നുമില്ല. കേക്കെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഗേറ്റിലേക്ക് പോകണം. അവിടെ ഒരു 1/2 മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞ് ഉറങ്ങണമെന്നാണ് ആഗ്രഹം. അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ കുറേ മധുരം കഴിച്ചു, ചോക്ലേറ്റ് ഡ്രിങ്ക് കഴിച്ചു.